പഴയ വസ്ത്രങ്ങൾക്ക് പുതുജീവൻ നൽകുകയാണ് അജിത് കുമാർ. കോഴിക്കോട് ചെറുട്ടി നഗറിൽ കാരുണ്യമതിൽ എന്ന പേരിൽ ഒരുക്കിയ കരുതൽ ശേഖരത്തിലൂടെയാണ് വസ്ത്രങ്ങൾ ആവശ്യമുള്ളവർക്കായി എത്തിച്ചു നൽകുന്നത്. അടുത്ത മാസം വരെ കാരുണ്യമതിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമുക്ക് അനാവശ്യമായി ഉള്ള നല്ല സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയി കാരുണ്യമതിലിലേക്ക് കൊണ്ടു കൊടുക്കാം. ഇവിടെ ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് സൗജന്യമായി സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകാം. മാസത്തിൽ ഒരിക്കൽ വരാം. ഒരു 5-6 അവനവന് വേണ്ട ജോഡികളോ ഡ്രസ്സുകളോ ചുരിദാറോ എന്ത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ വീണ്ടും അടുത്ത മാസം വീണ്ടും വരാം. അപ്പം ഞങ്ങളൊരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്, എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്നല്ല. അപ്പം ഞാൻ കുറച്ച് ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പല സിറ്റീസിലും കണ്ടു. ഇൻ്റർനാഷണലി ഒരു കോൺസെപ്റ്റാണ് വാൾ ഓഫ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഇറാനിലാണ് ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. തണുപ്പ് രാജ്യങ്ങളിൽ തണുപ്പ് മാറ്റാനായിട്ട് അപ്പോൾ അവനവൻ്റെ കോട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ചുമരിലൊരു ആണി അടിച്ച് അവിടെ ഒരു കോട്ട് തൂക്കി കൊടുക്കുന്ന എക്സ്ട്രാ ഉള്ള സംഭവങ്ങൾ അവിടെ കൊണ്ട് തൂക്കുക. അങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ചെറുട്ടി നഗർ കോളനി പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി, സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇതും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ചെറുട്ടി നഗർ സംവിധാനം നമ്മൾ ചെയ്തത്. ഇവിടെ ഇതിനെ ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ സേവന സന്നദ്ധരായി വരുന്നുണ്ട്. അതിൽ നമ്മളെ അജിത് കുമാർ വർമ്മ വളരെ നല്ല രീതിയിൽ അതിന് മുൻകൈയെടുത്തു, ലീഡർഷിപ്പ് എടുത്തു. ഇത് കോഴിക്കോട് നഗരത്തിലെ വിവിധ വാർഡുകളിൽ വരേണ്ട സ്ഥാപനമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടാത്തതൊക്കെ അത് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. അപ്പം ഞങ്ങൾക്ക് ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ ആയിട്ട് ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇതൊരു ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരും അതിനകത്തേക്ക് പോൾ ചെയ്തു. അങ്ങനെ നമ്മൾ ഫണ്ട് റെഡി ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 10 പേരെങ്കിലും ഡെയിലി വന്ന് അവനവന് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് എടുത്ത് പോകുന്നുണ്ട്. അതാണ് ഒരു നല്ലൊരു കാര്യം. എന്നുവെച്ചാൽ പിന്നെ കുറേ ഡോണേഴ്സും പല ഡയറക്ഷനിലും വരുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ ബൈ റോഡ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എറണാകുളം, തിരുവനന്തപുരത്തൊക്കെ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പം അവരവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തരുന്നുണ്ട് സാധനങ്ങൾ. അങ്ങനെ അപ്പം ഭംഗിയായി പോകുന്നുണ്ട്. ദൈവം സഹായിച്ച് നല്ല രീതിയിൽ. പഴയ വസ്ത്രങ്ങൾ ഇനി കാരുണ്യമതിലിലൂടെ പല ജീവിതങ്ങൾക്കും നിറം നൽകും. ക്യാമറമാൻ ജോൺസൺ കെ ജോർജിനൊപ്പം അഭിജിത തിരുവല്ലത്ത്, കോഴിക്കോട് വിഷൻ.